ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്പർ സിസ്റ്റമാണ് ടോപ്പിക്ക്. ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം, ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ എല്ലാ നമ്പർ ബേസ് കൺവേർഷൻസും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റത്തിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ബൈനറി നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ്. ഇറ്റ് കണ്ടെയ്ൻസ് 10 ഡിജിറ്റ്സ് ഫ്രം 0 to 9, ബേസ് 10. The position in the decimal number system specify the power of the base 10. 0 is the minimum value, 9 is the largest value. Binary number system. It holds only 2 values, either 0 or 1. Base 2 ആണ്. The position of a digit represents the 0 power of the base 2. Example 2 raised to 0. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീറോസിൻ്റെയും വൺസിൻ്റെയും കോമ്പിനേഷനാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലെ 8 ഡിജിറ്റ്സ് ആണുള്ളത്, 0 to 7 വരെ. ബേസ് 8. The position of a digit represents the 0 power of the base 8. 8 raised to 0. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 273, 5644, 0.5365. ഒക്ടൽ നമ്പർ സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 0 to 7. അതിൻ്റെ 3 ഡിജിറ്റ് ബൈനറി കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത്. എല്ലാവരും നോട്ട് ചെയ്യുക. 0 0 0 0 1 0 0 1 അങ്ങനെ പോകുന്നു. ഹെക്സാഡെസിമലിൽ 10 ഡിജിറ്റ്സ് 0 to 9, അതുപോലെ തന്നെ 6 ലെറ്റേഴ്സ് A to F ഇത്രയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ലെറ്റേഴ്സ് A to F ഡിഫൈൻസ് ദ നമ്പേഴ്സ് ഫ്രം 10 to 15. ഇത് ബേസ് 16 ആണ്. എക്സാമ്പിൾസ് വരുന്നത് A to F ലെറ്റേഴ്സ് വരുന്നതും പ്ലസ് 0 to 9 ഡിജിറ്റ്സും കൂടിയതായിരിക്കും ഹെക്സാഡെസിമൽ. FAC2, 564, 0ABD5. ഹെക്സാഡെസിമലും ഈക്വലൻറ്റ് ബൈനറി നമ്പേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, നേരത്തെ ഒക്ടൽ വന്നപ്പോൾ 3 ഡിജിറ്റ് ബൈനറിയാണ് വരുന്നത്. ഹെക്സ ആവുമ്പോൾ 4 ഡിജിറ്റ് ബൈനറിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നോട്ട് ചെയ്യുക, ഒക്ടൽ ബേസ് 8, 2 raised to 3. 1 octal digit can represent 0 to 7. 3 bits of binary can represent 0 to 7, 0 0 0 to 1 1 1. 1 octal digit equal to 3 bits. ഹെക്സ ആണെങ്കിൽ ബേസ് 16, 2 raised to 4. 1 hex digit can represent 0 to F, 0 to 15. 4 bits of binary can represent 0 0 0 0 to 1 1 1 1. 1 hex digit equal to 4 bits. നമ്പർ ബേസ് കൺവേർഷൻ. ഓരോ നമ്പർ സിസ്റ്റത്തിലും 3 ടൈപ്പ് കൺവേർഷൻ വരുന്നുണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ അതർ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കോമൺ മെത്തേഡാണ്. ബേസ് 10 to ബേസ് R. ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന നമ്പറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇൻറ്റിജർ പോർഷനും ഫ്രാക്ഷണൽ പോർഷനും. ഇൻറ്റിജർ പോർഷനിൽ ഡിവിഷൻ മെത്തേഡും ഫ്രാക്ഷണൽ പോർഷനിൽ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡുമാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ചെയ്യേണ്ടത് കൺവേർട്ട് ചെയ്യുന്ന ബേസിന് അനുസരിച്ചിട്ടാണ്. ഡെസിമൽ ടു ബൈനറി ആണെങ്കിൽ 2 കൊണ്ടാണ് ചെയ്യേണ്ടത്. ഡെസിമൽ ടു ഒക്ടൽ ആണെങ്കിൽ 8 കൊണ്ട്, ഡെസിമൽ ടു ഹെക്സ ആണെങ്കിൽ 16 കൊണ്ട് ചെയ്യണം. ഡെസിമൽ നമ്പറിനെ ഏത് ബേസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിലും ആ ബേസ് കൊണ്ട് ഇൻറ്റിജർ പോർഷനെ ഡിവൈഡ് ചെയ്യുന്നു. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. 5ലേക്ക് ബേസ് 5ലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡേഴ്സ് മാർക്ക് ചെയ്ത് വയ്ക്കുന്നു. ബോട്ടം ടു ടോപ്പ് പോർഷനാണ് റിസൾട്ടായിട്ട് എഴുതേണ്ടത്. ഫ്രാക്ഷണൽ പോർഷൻ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ബേസ് 2ലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻറ്റിജർ പോർഷൻസാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ദെൻ റിസൾട്ട് ഫോം ചെയ്യുന്നത് ടോപ്പ് ടു ബോട്ടമാണ്. കൺവേർഷൻ ഡെസിമൽ ടു ബൈനറി ബേസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇൻറ്റിജർ പോർഷൻ. ഫ്രാക്ഷണൽ പോർഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡെസിമൽ ടു ഒക്ടൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡെസിമൽ ടു ഹെക്സ ആണെങ്കിൽ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡെസിമൽ ടു ബൈനറി 152.25 എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 152നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡേഴ്സ് ഒരു സൈഡിൽ നോട്ട് ചെയ്ത് വെക്കുന്നു. റിപ്പീറ്റഡ് ഡിവിഷനാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സിൽ
ബോട്ടം പോർഷൻ ടു ടോപ്പ് MSB ടു LSB ആണ് എഴുതേണ്ടത്. ഫ്രാക്ഷണൽ പോർഷൻ എങ്ങനെ ചെയ്യുന്ന നോക്കാം. 0.25 ആണ്. മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. 0.25 ഇൻറ്റു 2. നമുക്ക് കിട്ടുന്ന ആൻസർ 0.50. അതിൽ ഇൻറ്റിജർ പോർഷൻ 0 നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ എഗെയിൻ ചെയ്യുക. 0.50 ഇൻറ്റു 2 ചെയ്യുന്നു. 1.0 ആണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ഇൻറ്റിജർ പോർഷൻ 1 മാറ്റി വയ്ക്കുക. ഇതിൽ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം റിസൾട്ട് മേക്ക് ചെയ്യുന്നത് LSB ടു MSB ആണ്. അതായത് ടോപ്പ് ടു ബോട്ടം. 0.01 ആണ് ആൻസർ വരുന്നത്. ഡെസിമൽ ടു ഒക്ടൽ നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് എല്ലാ പ്രൊസീജിയേഴ്സും വരുന്നത്. 8 കൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് മാത്രം. ഇൻറ്റിജർ പോർഷൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡേഴ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക. MSB ടു LSB ആണ് എഴുതേണ്ടത്. ബോട്ടം ടു ടോപ്പ് 230 ആണ് ആൻസർ. ദെൻ ഫ്രാക്ഷണൽ പോർഷൻ ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ 8 കൊണ്ട് ചെയ്യുക. റിസൾട്ട് നമ്മൾ ടോപ്പ് ടു ബോട്ടമാണ് എഴുതേണ്ടത്. ഡെസിമൽ ടു ഹെക്സ നിങ്ങൾ ചെയ്ത് നോക്കുക. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഫ്രാക്ഷണൽ പോർഷൻ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ബൈനറി ടു ഡെസിമൽ നോക്കാം. ബൈനറി നമ്പറിനെ കറസ്പോണ്ടിങ് പൊസിഷണൽ വെയ്റ്റ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 2ൻ്റെ പവർ കൊണ്ട്. ബൈനറി ടു ഒക്ടൽ നമുക്ക് തന്നിരിക്കുന്ന ബൈനറി നമ്പേഴ്സിന് 3 ബിറ്റ്സിൻ്റെ പെയറാക്കി വയ്ക്കുക. ദെൻ അതിന് ഈക്വലൻ്റ് ഒക്ടൽ നമ്പർ എഴുതുക. അങ്ങനെ പെയർ ചെയ്യുമ്പോൾ നമുക്ക് 3 ബിറ്റ്സ് കിട്ടുന്നില്ലെങ്കിൽ ലെഫ്റ്റിലൊരു 0 ആഡ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ബൈനറി ടു ഹെക്സ ചെയ്യുന്നതെന്ന് വെച്ചാൽ 4 ബിറ്റ്സിൻ്റെ പെയറാണ് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ ഡിജിറ്റ് എഴുതുക. ബൈനറി ടു ഡെസിമൽ എക്സാമ്പിളാണ്. 2ൻ്റെ പവർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് പൊസിഷണൽ വെയിറ്റ് വെച്ചിട്ട്. ഇനി ഫ്രാക്ഷണൽ പോർഷൻ വരുന്നുണ്ടെങ്കിൽ 2ൻ്റെ നെഗറ്റീവ് പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതെല്ലാം നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദെൻ കിട്ടുന്ന റിസൾട്ടിനെ പ്ലസ് ചെയ്യണം. ബൈനറി ടു ഒക്ടൽ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് 3 ബിറ്റ്സിൻ്റെ പെയർ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈനറി പോയിൻ്റിൽ നിന്നാണ്. പോയിൻറ്റിൻ്റെ 2 സൈഡിലേക്കും 3 ബിറ്റ്സിൻ്റെ പെയർ ക്രിയേറ്റ് ചെയ്യുക. പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡിജിറ്റ്സിൽ നമുക്ക് 3 ബിറ്റ്സിൻ്റെ പെയർ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 0 ആഡ് ചെയ്യുക. ഇനി പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് 0 ആഡ് ചെയ്യാം 3 ബിറ്റ്സിൻ്റെ പെയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ. ഈ എക്സാമ്പിളിൽ നമുക്ക് 3 ബിറ്റ്സ് ക്രിയേറ്റ് ചെയ്തപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ഡിജിറ്റ് തനിയെ വന്ന് നിൽക്കുന്നു. അപ്പോൾ അവിടെ 2 0 നമുക്ക് ആഡ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഈക്വലൻ്റ് ഒക്ടൽ നമ്പർ എഴുതുക എന്നുള്ളതാണ്. 111 1106 1015 0113 0.001 ആണ് വന്നിരിക്കുന്നത്. 14. നേരത്തെ പറഞ്ഞ പോലെ ബൈനറി ടു ഹെക്സ ആണെങ്കിൽ പെയർ ക്രിയേറ്റ് ചെയ്യണം 4 ബിറ്റ്സിൻ്റെ. പോയിൻറ്റിൻ്റെ ബോത്ത് സൈഡും നമ്മൾ പെയർ ക്രിയേറ്റ് ചെയ്യുന്നു. 0s ആവശ്യമെങ്കിൽ ആഡ് ചെയ്യാം. ദെൻ 4 ബിറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സയാണ് എഴുതേണ്ടത്. ബൈനറി ടു ഒക്ടലും ബൈനറി ടു ഹെക്സും ചെയ്യുന്നത് സെയിം മെത്തേഡാണ്. ബൈനറി ടു ഒക്ടൽ ആകുമ്പോൾ 3 ഡിജിറ്റ്സിൻ്റെ പെയറും ഹെക്സ ആകുമ്പോൾ 4 ഡിജിറ്റിൻ്റെ പെയറുമാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ടത് ഗ്രൂപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോയിൻറ്റിൽ നിന്നാണ്. പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്കും പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുമാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഒക്ടലിനെ മറ്റ് ബേസായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഒക്ടൽ ടു ഡെസിമൽ. ഒക്ടൽ ടു ഡെസിമൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8ൻ്റെ പൊസിഷണൽ വെയിറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. ദെൻ പ്രൊഡക്ട്സിനെ ആഡ് ചെയ്യണം. ഒക്ടൽ ടു ബൈനറി ആണെങ്കിൽ ഒക്ടൽ നമ്പറിൻ്റെ ഈക്വലൻ്റ് 3 ബിറ്റ് ബൈനറി കൂടെ എഴുതിയാൽ മതി. ബൈനറി ടു ഒക്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രൊസീജിയർ. ഒക്ടൽ ടു ഹെക്സ ചെയ്യുന്നതിന് 2 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് 3 ബിറ്റ് ബൈനറി ഡിജിറ്റ് ഈക്വലൻ്റ് ആയിട്ട് എഴുതുക. ദെൻ അതിനെ നമ്മൾ വീണ്ടും 4 പെയറായിട്ട് കൺവേർട്ട് ചെയ്യണം. ഒക്ടൽ ടു ഡെസിമൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8ൻ്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫ്രാക്ഷണൽ പോർഷനെ നെഗറ്റീവ് വെയിറ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദെൻ ആഡ് ചെയ്യുന്നു. ഒക്ടൽ ടു ബൈനറി. ഒക്ടൽ നമ്പറിൻ്റെ ഈക്വലൻ്റ് 3 ബിറ്റ് ബൈനറി ഡിജിറ്റ് എഴുതണം. 1001 5 101 അങ്ങനെ പോകുന്നു. ഒക്ടൽ ടു ഹെക്സ ചെയ്യുന്നതിന് നമ്മൾ ഒക്ടൽ നമ്പറിനെ 3 ബിറ്റ് ബൈനറി ആയിട്ട് ഫസ്റ്റ് റൈറ്റ് ചെയ്യുന്നു. ദെൻ പോയിൻറ്റിൻ്റെ ബോത്ത് സൈഡ്സും 4 പെയറായിട്ട് ഗ്രൂപ്പ് ചെയ്യണം. ഇങ്ങനെ 4 ബിറ്റ് പെയറായിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡിജിറ്റ്സ് അവൈലബിൾ അല്ലെങ്കിൽ 0s ബോത്ത് സൈഡും ആഡ് ചെയ്യാം. ഹെക്സ ടു അതർ നമ്പർ സിസ്റ്റത്തിലേക്കും കൺവേർഷൻ നോക്കാം. ഹെക്സ ടു ഡെസിമൽ
നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊസിഷണൽ വെയ്റ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 16ൻ്റെ. ഹെക്സ് ടു ബൈനറി 4 ബിറ്റ്സിൻ്റെ ബൈനറി കൂടെ എഴുതിയാൽ മതി. ഹെക്സ ടു ഒക്ടൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ 4 ബിറ്റിൻ്റെ ബൈനറി ഡിജിറ്റ്സ് എഴുതുന്നു, ദെൻ അതിനെ 3 ബിറ്റ്സിൻ്റെ പെയറാക്കി വയ്ക്കുന്നു. ഹെക്സ ടു ഡെസിമൽ 16ൻ്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന മെത്തേഡ്. ഹെക്സ ടു ബൈനറി ഓരോ ഡിജിറ്റിനെയും 4 ബിറ്റ് ബൈനറി ആയിട്ട് എഴുതുന്നു. 1 0 0 0 1 5 0 1 0 1 അങ്ങനെ പോകുന്നു. ഹെക്സ ടു ഒക്ടൽ ആദ്യം അതിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 4 ബിറ്റ് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ദെൻ പോയിൻറ്റിൻ്റെ ബോത്ത് സൈഡും 3 ബിറ്റ്സ് വെച്ചിട്ട് പെയർ ചെയ്യണം. ദെൻ 3 ബിറ്റ്സിൻ്റെ ഈക്വലൻ്റ് ഒക്ടൽ നമ്പർ എഴുതുക. കോമൺ ആയിട്ട് കൺവേർഷൻ മെത്തേഡ്സ് അറിഞ്ഞിരുന്നാൽ മതി. ബേസ് R ടു ബേസ് 10 ആണെങ്കിൽ സം ഓഫ് കോഎഫിഷ്യൻറ്റ്സ് ഇൻറ്റു പ്ലേസ് വാല്യൂ. ബേസ് 10 ടു ബേസ് R ഡിവിഷൻ മെത്തേഡ് ഫോർ ഇൻറ്റിജർ പോർഷൻ, മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഫോർ ഫ്രാക്ഷണൽ പോർഷൻ.